എല്ലാ പ്രേക്ഷകർക്കും ഭാഗ്യരേഖ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഹാരിസ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ 1ഉം 2ഉം സംഖ്യക്കാരെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊരു മാസത്തിലും 3, 12, 21, 30 തീയതികളിൽ ജനിച്ച, അതായത് 3ആം സംഖ്യ ഭാഗ്യ നമ്പറായി വരുന്ന ആളുകളുടെ കരിയറിനെ കുറിച്ചാണ്. പുതിയ ബിസിനസ്സിലേക്ക് കടക്കുമ്പോഴും പുതിയ ജോലി തിരഞ്ഞെടുക്കുമ്പോഴും 3ആം നമ്പറുകാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. 3ന്റെ സവിശേഷതകളും ബിസിനസ് വിജയവും. സുഹൃത്തുക്കളെ, സംഖ്യാശാസ്ത്രത്തിൽ 3ആം നമ്പറിനെ നയിക്കുന്നത് നവഗ്രഹങ്ങളുടെ ഗുരുവും അറിവിൻ്റെ പ്രതീകവുമായ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ 3ആം സംഖ്യയിൽ ജനിച്ചവർ ജന്മനാ വലിയ ബുദ്ധിശാലികളും നന്നായി സംസാരിക്കാൻ അറിയുന്നവരും മറ്റുള്ളവരെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിവുള്ളവരുമായിരിക്കും. ഏത് കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും. 3ആം നമ്പറുകാർക്ക് ഭാഗ്യം തരുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസ മേഖല, എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചിങ്. വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ അധ്യാപനം ഇവർക്ക് ഏറ്റവും ഉത്തമമാണ്. സ്കൂളുകൾ, കോളേജുകൾ, കോച്ചിങ് സെൻ്ററുകൾ അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററുകൾ സ്വന്തമായി നടത്തുന്നത് ഇവർക്ക് വലിയ വിജയവും പ്രശസ്തിയും നൽകും. 2, ഉപദേശകരും നിയമജ്ഞരും, കൺസൾട്ടൻസി ആൻഡ് ലീഗൽ. മറ്റുള്ളവർക്ക് മികച്ച വഴികാട്ടാൻ കഴിയുന്നതുകൊണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസർമാർ, കൗൺസിലർമാർ, വക്കീലന്മാർ അല്ലെങ്കിൽ വലിയ കമ്പനികളിലെ ലീഗൽ അഡ്വൈസർമാർ എന്നീ നിലകളിൽ ഇവർക്ക് തിളങ്ങാം. 3, പ്രഭാഷണവും എഴുത്തും, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. മികച്ച പ്രഭാഷകർ, എഴുത്തുകാർ, മതപരമായോ ആത്മീയപരമായോ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവർ എന്നീ മേഖലകളിലും 3ആം നമ്പറുകാർക്ക് വലിയ ബഹുമാനം ലഭിക്കും. പുതിയ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 3ആം നമ്പറുകാർ ഒരു പുതിയ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, അറിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മുന്നിലാണെങ്കിലും പണത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങൾ അശ്രദ്ധ കാണിച്ചേക്കാം. അതുകൊണ്ട് ബിസിനസ്സിലെ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് പണം കടം കൊടുക്കരുത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിലും താല്പര്യത്തിലും ഉറച്ചു നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് പങ്കാളിത്തത്തോടെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിജയം തരിക. അപ്പോൾ 3ആം നമ്പറിൽ ജനിച്ചവർ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ടെന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4ആം സംഖ്യയിൽ, അതായത് 4, 13, 22, 31 തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യ ജോലികളെക്കുറിച്ചുള്ള 4ാമത്തെ എപ്പിസോഡാണ്. അത് മിസ് ചെയ്യാതിരിക്കാൻ ഭാഗ്യരേഖ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.